നമസ്കാരം. അവസാനം കേരളത്തിലും മൂന്നാം മുന്നണിക്കുള്ള വഴി തെളിഞ്ഞു. പണ്ടൊരിക്കൽ ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നാണ് മൂന്നാം മുന്നണി ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇവിടെ സംഗതി തിരിച്ചാണ്. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ BJP-കാരെയും സകല ജാതിമത പാർട്ടിക്കാരെയും കൂട്ടിയുള്ള ഒരു ഭഗീരഥ യത്നം. മോദിയെ കണ്ട് തിരിച്ചെത്തിയ വെള്ളാപ്പള്ളി മൂന്നാം മുന്നണിയുടെ നായകനായി പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. മൂന്നാം മുന്നണിയിലേക്കുള്ള വഴിത്തിരിവുകൾ കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ദില്ലിയിലേക്ക് നരേന്ദ്രമോദിയെ കാണാൻ വിമാനം കയറിയ വെള്ളാപ്പള്ളി നടേശൻ അനുഗ്രഹീതനായി തിരിച്ചെത്തി. വി മുരളീധരനെയും ടീമിനെയും ഒക്കെ ഒഴിവാക്കി കേരളത്തിൽ BJP മുന്നണിയെ നയിക്കാൻ വെള്ളാപ്പള്ളിയാണ് യോഗ്യൻ എന്ന ഒരേയൊരു തോന്നലാണ് മോദിയുടെയും അമിത്ഷായുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളിയാണെങ്കിലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ കേട്ട് മോദിയെ കാണാൻ പാഞ്ഞെത്തുകയായിരുന്നു അത്രേ. മകന് കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ നടേശഗുരുവിനുള്ള സാങ്കല്പിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കസേര തുടങ്ങിയവയായിരുന്നു പ്രധാന വിഷയങ്ങൾ. മോദി മോദി എന്നൊക്കെ കേട്ട് സഹികെട്ടാണ് കുടുംബത്തെയും കൂട്ടി വെള്ളാപ്പള്ളി രാജാവിനെ കാണാൻ തീരുമാനിച്ചതു തന്നെ. കനകേട്ടൻ വേഷട്ട് നിൽക്കുന്ന കണ്ടാലേ സാക്ഷാൽ ദുഷ്യന്ത വരെ തോറ്റുപോകും. എന്നാ കണ്ടുപിടിച്ചോണ്ട് വാടി നിന്റെ ദുഷ്യന്തേട്ടന്. എനിക്കറിയാൻ പോയ സ്ഥലം വലിയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്കാ. പക്ഷെ ഗോപാലണ്ണൻ അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണം. അതല്ല എനിക്കറിയാം, ഒരു കൊട്ടാരത്തിൽ ഏത് സ്റ്റൈലിൽ പോകണമെന്ന്. അങ്ങനെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാക്കി പോകാൻ തീരുമാനിച്ചു. മൈക്രോ ഫിനാൻസിന് കുറച്ച് ഫണ്ട്, സംവരണം എന്നിവ കൂടാതെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രി സ്ഥാനം തുടങ്ങിയ സ്വപ്നങ്ങളായിരുന്നു അത്രേ. അതുകൊണ്ട് പോകും മുമ്പ് ഉള്ളുരുകിയുള്ള പ്രാർത്ഥന. ഒരു മന്ത്രിയായി ആചാരവെടികളോടെ മരിക്കണമെന്നാണ് എൻ്റെ ജീവിതാഭിലാഷം. അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണം പ്ലീസ്. 33 കോടി ദൈവങ്ങളുണ്ട്. എല്ലാവർക്കും ചന്ദനത്തിരി കത്തിക്കാൻ എനിക്കാവില്ല. ഉള്ള പുകയും മണവും കൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആണ്ടവനെ മുരുക, നിനക്ക് സ്വന്തമായി ഒരു മയിൽവാഹനം ഉണ്ടല്ലോ, അതുപോലെ ഈ ഉള്ളവര് ഒരു അംബാസഡർ സ്റ്റേറ്റ് കാർ അനുവദിച്ച് തരണം. സ്റ്റേറ്റ് കാർ ആയ സ്റ്റേറ്റ് കാർ ആയ സ്റ്റേറ്റ് കാർ. പ്രാർത്ഥന പൂർത്തിയാക്കി മോദി രാജാവിനെ കാണാൻ പുറപ്പെടും മുമ്പ് ആദ്യം തമ്പുരാൻ അമിത്ഷായെ മുഖം കാണിക്കണം. അമിത്ഷായോട് ഒപ്പം കൂടാൻ തയ്യാറാണെന്ന് അവിടെ പോയി പ്രഖ്യാപിച്ചു. ഗോവിന്ദൻകുട്ടിയാ, എന്താടോ തല്ലാൻ വന്നാണോ? ഞാനൊരു 2 എണ്ണം കീറിപ്പോയല്ലോടോ. അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല. അടി പടപടപടാ നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. കൊളപ്പള്ളിയുടെ ആണെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ടിനി. തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട തമ്പുരാൻ, ഒരു ബാല്യക്കാരനായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്കരച്ചാട് കൊളപ്പള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ. ഇതെല്ലാം കേട്ട അമിത്ഷാ മോദിയെ കാണാൻ അനുവാദവും കൊടുത്തു. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അത്രേ. ഒന്ന്, കേരളത്തിലെ മുരളീധരനാദി ചങ്ങായിമാരിൽ ഒരുവിധ പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ആത്യന്തികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് നേടിയെടുക്കാൻ പണിയെടുക്കണം. എല്ലാം സമ്മതിച്ച് മോദിക്കരികിലേക്ക് വച്ചുപിടിച്ചു. ഏതോ ഒരു മന്ത്രി കസേര കൊടുക്കാനുണ്ടെന്ന് കേട്ടു. അതിന് പ്രകാരം കണിച്ചുകുളങ്ങരയിൽ നിന്നെത്തിയ ചെറിയൊരു രാജാവാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യകാര്യങ്ങൾ ചർച്ച ചെയ്യണം, മൂന്നാം മുന്നണി ഉണ്ടാക്കണം. അങ്ങനെ പല ആവശ്യങ്ങളുണ്ട് വെള്ളാപ്പള്ളിക്ക്. വളരെ ശുഭകരവും സന്തോഷകരവുമായിരുന്നു. പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും എല്ലാ കാര്യങ്ങളും പരിഗണിക്കാമെന്നും പറയുകയും ചെയ്തു. എന്റെ ഭാരതി പ്രത്യേകം പറഞ്ഞതാ, കണ്ടകശിന് നേരത്തെ ഈ വക ഒരു പരിപാടിക്കും പോരുത്. കേട്ടില്ല. ഏതരണം കെട്ട നേരത്താണാവോ ദൈവമേ ഈ പിശാചുകളുടെ മുമ്പിൽ വന്നു പെട്ടത്. ഒന്ന് അടങ്ങിറങ്ങ. അമൃതേത്ത് തയ്യാറായിട്ടുണ്ട്. അതെന്താ അത്? മാമു മാമു ദേവരണോ കരകാ, നമുക്ക് ഉരുട്ടി വിഴുങ്ങാം. എനിക്കിങ്ങും വേണ്ട. കുമാരനെ കാണാൻ തഞ്ചാവൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാൻ വന്നിട്ടുണ്ട്. നാടകം ബുക്ക് ചെയ്യാനായിരിക്കും. കുമാര ത്രിപുര സുന്ദരി, നീ മലയാളത്തിൽ പേശേ. പറഞ്ഞത് മലയാള. മൂലം തിരുനാൾ സുരേഷ് കുമാർ എന്നൊരു രാജാവ് വന്നിട്ടുണ്ട്. അയ്യേ, അതെന്തൊരു പേര്? അതെന്തോ ആട്ടെ, വാ നമുക്ക് മുഖം കാണിക്കാം. തന്റെ ഈ കാളമുഖം കാണിക്കും. ഞാനില്ല. കുമാരന്റെ വരെ പറഞ്ഞ് പല കൊട്ടാരങ്ങളിൽ നിന്നും തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും കാഴ്ചദ്രവ്യങ്ങളുമായി വരും. ഞങ്ങള് അധികാരമുള്ളവർ ആരായാലും അവരെ കാണും.
ഇപ്പോൾ ഇവിടെ AKI സെൻറ്ററിൽ ഞാൻ ചെന്നാൽ എനിക്ക് വരെ ചുക്കും കിട്ടുക. അപ്പോൾ അധികാരമുള്ളവരെ ചെന്ന് കണ്ട് അവർക്ക് നിന്ന് അവരെല്ലാം സ്വകാര്യ സ്വത്തല്ല നമ്മൾ ചോദിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഭാഗം അർഹതപ്പെട്ട ഞങ്ങൾക്ക് വേണമെന്ന് അധികാരമുള്ളവനെ കണ്ട് ചോദിക്കുക, പറയുക. മുഖം കാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒന്നുമില്ല. വാടാ പോണേ കനകാംബര, ഇതും അഭിനയത്തിന്റെ ഒരു ഭാഗമല്ലേ. നീ വാ. ഞാൻ പറയട്ടെ, അധികാരത്തിൽ അധസ്ഥിതന് എത്തണമെന്ന് വാദിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അധികാരത്തിൽ അധസ്ഥിതന് എത്തുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരു അധികാരം തരാമെന്ന് പറഞ്ഞാൽ തരുന്നവൻ ആര്, എന്തിനു തരുന്നു, അതിന് ഉപാധികളുണ്ടോ, എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ ബോഡിയിൽ ചർച്ച ചെയ്തിട്ടല്ലാതെ എങ്ങനെ തീരുമാനിക്കാനൊക്കെ. കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു രാജാവിനെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഭാഗ്യം. ഇന്നും പരമ്പരാഗത വസ്ത്രം ധരിച്ചു നടക്കുന്ന ഏതോ കൊട്ടാരത്തിലെ അംഗമാ. ചെന്ന് കാലിൽ വീണ് നമസ്കരിക്കേ. തിരുമനസേ അനുഗ്രഹിച്ചാലും അപ്പയൊക്കെ സൂങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനൊരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. നീയാ തൂണിലും തുരുമ്പിലും യന്ത്രം എല്ലായിടത്തും ഈ മൂലം തിരുന്നാൾ സുരേഷ് കുമാർ കാണും. നിന്നെ എന്തിനാ പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിടത്തോളം SNDP യോഗത്തിൻ്റെ ലക്ഷ്യം നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ള കൂട്ടായ്മ, ഹിന്ദു കൂട്ടായ്മ. ആ ഹിന്ദു കൂട്ടായ്മ വേണമെന്നും അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ഞങ്ങൾ ചെയ്യും. രാജാവേ കാത്തുകൊല്ലണേ കനകാംബര രാജാവേ. അമ്മേനെ ഞാൻ അവിടുത്തെ ഒരു പാവം പ്രജയാണ്, കൈവിടരുതേ കനകാംബര രാജാവേ. എന്തിനാണ് നിന്നെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മച്ചാണ് ഗ്യാപ്പ് കളിച്ച് ഞാൻ ഒരു പരിവായി രാജാവളിയാ. എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കണം. മന്ത്രിയാ? വാ നിന്നെ ബെസ്റ്റ് ബെസ്റ്റ്. നമ്മൾ രണ്ടാളും ഒരേ ലെവലാ. അളിയന് രാജാവാണെങ്കിൽ എനിക്ക് മന്ത്രിയാവാം. ആരിവിടെ പുളപ്പന വെച്ച് 4 ആപ്പിൾ ജ്യൂസുകളും മറ്റും കൊണ്ടുവരൂ. ഇങ്ങനെയൊക്കെ ഉത്തരവിട്ടാ പോലെ. പറഞ്ഞാളെ അളിയൻ്റെ കൂടി പറഞ്ഞ എന്റെ പട്ടാഭിഷേകം നടത്തി തരീ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് സീറ്റ് തന്നാലും അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം, കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് സീറ്റ് കൊടുത്താൽ, കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് സീറ്റ് കൊടുത്താൽ അവർ നിന്ന് മത്സരിക്കട്ടെ. പക്ഷെ ഇതൊന്നും അല്ലാത്ത, പാർട്ടിയിൽ ഒന്നുമില്ലാത്ത സാധാരണപ്പെട്ട മെമ്പർമാരായിട്ട് ഞങ്ങളുടെ ആളുകൾ ആ ഉദ്യോഗ സ്ഥാനത്തുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കൊടുത്താൽ ആ കൊടുക്കുന്ന ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കണം. മന്ത്രിയാക്കാതെ ഈ കോവാലിനെ പറഞ്ഞു വിടാനാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ അമ്മച്ചാണ് നിങ്ങളെ രായപ്പെട്ട ഞാൻ തെറിപ്പിക്കും. മുഴിക്കാൻ ഞാൻ ഇവിടെയൊക്കെ വിളിച്ചു കൂറും. അങ്ങനെ വന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷവും ആയിട്ടും അതോടൊപ്പം തന്നെ വളരെ ക്ഷമയോടുകൂടി വളരെ നേരം ഇരുന്ന് അതെല്ലാം കേട്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം സാധിച്ചു തരാമെന്നും പരിഗണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ വെള്ളാപ്പള്ളി സംഘികൾക്ക് മുന്നിൽ ഗംഭീരാശയനും അതിപ്രതാപ ഗുണവാനും ഒക്കെയായി ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തി. പണ്ടൊരിക്കൽ സുരേഷ് ഗോപിയുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുകയായിരുന്നുവല്ലോ കേരളത്തിൽ പാർട്ടി വളർത്താൻ. ഇപ്പോഴിതാ വെള്ളാപ്പള്ളിയും അതേ വഴിക്ക്. ഇതെല്ലാം കണ്ട് സംസ്ഥാന പാർട്ടിക്കാരെല്ലാം മുരളീധരന്റെ പിന്നിൽ ദുഃഖിതരായി കഴിയുകയാണ്. മിനിമം ഇത്രയും കാലം പാർട്ടി കൊണ്ടു നടന്നതല്ലേ, അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കണമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലുണ്ടായ കടുത്ത അവഗണന മുരളീധരന് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടാൻ എല്ലാം ഞാൻ ആസൂത്രണം ചെയ്തതാണ് എന്ന് അങ്ങ് വച്ചുകാച്ചി. മോദിക്ക് എല്ലാ കാര്യങ്ങളിലും ഉപദേശം കൊടുക്കുന്ന ആശാനായി മുരളീധരൻ സ്വയം പ്രഖ്യാപിച്ചു. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. SNDP ജനറൽ സെക്രട്ടറി പ്രധാനമന്ത്രിയുമായും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായും ഇന്നലെ ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾ. ഹലോ, ഞാനെപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഈ ചർച്ചകൾക്ക് വഴിയിട്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തന്നെയാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ആദ്യത്തെ ചർച്ചയിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാനുണ്ടായിരുന്നത് മാത്രമല്ല, പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു. ഇന്നലത്തെ ചർച്ചയിൽ പ്രധാനമന്ത്രിയും പാർട്ടിയുടെ അധ്യക്ഷനും മാത്രമേ ഉണ്ടായിരുന്നു. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും.
പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകുമ്പോൾ അത് പാർട്ടി മുഴുവനായിട്ടുണ്ട്. അത് സംസ്ഥാന ഘടകമുണ്ടോ, ജില്ലാ ഘടകമുണ്ടോ, ഇനി സഹസംഘടനാ സെക്രട്ടറി ഉണ്ടോ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ടോ, ഈ ചർച്ചകളൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടിയുടെ അധ്യക്ഷൻ ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ വികാരം, പാർട്ടിയുടെ അഭിപ്രായം, അത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള അവസാനത്തെ പാർട്ടി പ്രവർത്തകന്റെ അടക്കം വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി അധ്യക്ഷൻ ആ ചർച്ചയിൽ പങ്കെടുത്തത്. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. സമയമാവട്ടെ എന്ന്. അവർ പാർട്ടി രൂപീകരിച്ചിട്ടില്ലല്ലോ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാണ് ആ കുഞ്ഞ് വളർന്നതിന് ശേഷം ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നത് തീരുമാനിക്കും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടില്ല. ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കണം. അതിന് അവർക്ക് ഇഷ്ടമുള്ള പെണ്ണാണെങ്കിൽ പറ്റി ആണിനെ കണ്ടുപിടിക്കും, ആണാണെങ്കിൽ പെണ്ണിനെ കണ്ടുപിടിക്കും. ഇപ്പൊ അതിനു മുൻപേ കല്യാണത്തിനിടെ തീയതി നിശ്ചയിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പോണ്ടല്ലോ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? വീട്ടിലേക്ക് വന്നു കയറുന്നവരെ പൂർണ്ണമായും സ്വാഗതം ചെയ്ത് അവർക്ക് നല്ല ചൂട് കാപ്പിയും കൂടി കൊടുത്തിട്ടേ സ്വീകരിക്കും ഞങ്ങൾ. എന്തായാലും വിഷയം അവസാനിച്ച സ്ഥിതിയിൽ നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വിഷമിപ്പിക്കുന്നില്ലേ? മുമ്പേ നടക്കൂ എന്ന അണികളുടെ മുദ്രാവാക്യം കേട്ട് രോമാഞ്ച കഞ്ചുകിതനായ മുരളീധരനെ വെള്ളാപ്പള്ളിയുടെ പിമ്പേ നടക്കേണ്ട ഗതിയുണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. കേരളത്തിൽ ഇനി മോദി പാർട്ടിയെ നയിക്കുക വെള്ളാപ്പള്ളിയാണത്രേ. മുരളീധരൻ്റെതിനേക്കാൾ വലിയ ദുഃഖത്തിലായത് പക്ഷേ CPIMകാരും കോൺഗ്രസുകാരുമാണ്. അതൊരിടവേള കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെ സ്റ്റാർ ഈഴവ സമുദായത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകം നോക്കും. നിങ്ങൾ അതിനെ വളച്ചൊടിച്ച് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ചൂടേറിയ സാധനം ഉണ്ടാക്കുന്നതിനേക്കാൾ